നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഒരു ട്രഡീഷനും പാരമ്പര്യവും ഒക്കെ എടുത്തു കാണിക്കുന്ന ഒരു സ്റ്റൈലാണ് കേരള ട്രഡീഷണൽ സ്റ്റൈൽ. കേരളത്തിലേക്ക് ഒന്നും കൂടി ആപ്റ്റ് ആയിട്ടുള്ളതും ഈ ഒരു സ്റ്റൈലാണ്. പക്ഷെ ഇനി വരുന്ന ഒരു ജനറേഷന് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ഒരു ജെൻസി പിള്ളേരുടെ ഒക്കെ ഒരു അവരുടെ ഒരു വ്യൂവില് കുറച്ചും കൂടി മോഡേൺ സ്റ്റൈലിനോടാണ് താല്പര്യം. അപ്പോ ഇനി വരുന്ന ഒരു ജനറേഷനിൽ നമുക്ക് കേരളത്തില് കേരള ട്രഡീഷൻ കാണില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകുന്നു തോന്നുന്നുണ്ടോ സാറിന്? സോ ഈ ഒരു കേരള ട്രഡീഷണൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ബേസിക്കലി കേരളവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളിൽ നിന്നും ഡിറൈവ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. ഫസ്റ്റ് വൺ കേരള ക്ലൈമറ്റ്, രണ്ടാമത്തത് കേരളത്തിലെ കൾച്ചർ, ട്രഡീഷൻസ്, കസ്റ്റംസ്, ഇത്തരം കാര്യങ്ങളും കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രാഫ്റ്റ് മാൻ, ഇങ്ങനെയൊക്കെയാണ് കേരള ട്രഡീഷണൽ ആർക്കിടെക്ചർ വന്നിട്ടുള്ളത്. സോ ബേസിക്കലി പറയാനാണെങ്കിൽ കേരളത്തിലെ ക്ലൈമറ്റ് അത് മാറാൻ പോകുന്നില്ല. ഈവൻ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ് അതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളല്ലാണ്ട് കേരളത്തിലെ മഴയും മാറി വരുന്ന ചൂടും ആ കാലാവസ്ഥക്കൊന്നും മാറ്റം വരുന്നില്ല. സോ അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന ആർക്കിടെക്ചർ അപ്പോൾ നമുക്ക് ആവശ്യമാണ്. പിന്നെ മാറുന്നത് കൾച്ചറാണ്. സോ ഇപ്പോൾ ഈ ഒരു ജെൻസി എന്നൊക്കെ പറയുന്നതിലും നമുക്ക് മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ട്രഡീഷൻ്റെയും കസ്റ്റംസ് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിൻ്റെയും ഒരു ഷിഫ്റ്റാണ്. സോ അങ്ങനെ വരുമ്പോഴും നമുക്ക് മാറ്റം വരുന്നത് ആക്ച്വലി ഈ ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ വരുന്നതിൻ്റെ ഒരു രൂപത്തിലാണ് മാറ്റം വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോട്ടിയാട്, പണ്ട് നമ്മളതിനെ നടുമുറ്റം എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ നാലുകെട്ട് വീടുകൾ, കേരള ട്രഡീഷണൽ ഹോമുകൾ, നടുമുറ്റത്ത് നാലുകെട്ടിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു നടുമുറ്റം വന്നിരുന്നു. അതാണ് മേജറായിട്ട് നമ്മളുടെ ഈ ഒരു വിൻഡോ, അതല്ലെങ്കിൽ നമ്മളുടെ ഒരു ചൂടിനെയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ ദാറ്റ് കേസ് ഇപ്പോൾ അത് ആക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കറണ്ട് സിനാരിയോയിൽ അതൊരു കൂട്ടിയാടായിട്ട് മാറി. പണ്ട് നടുമുറ്റത്ത് തുളസിത്തറയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവിടെ ഒരു ഓഫീസ് ഫാമും അതല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിലേക്കുമാണ് മാറിയിട്ടുള്ളത്. സോ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ലൈമറ്റിനെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് രീതിയിലുള്ള ടെക്നിക്സ് ആണോ യൂസ് ചെയ്തിരുന്നത് അതേ ടെക്നിക്സ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇന്നെ മോഡേൺ എന്താ പറയുക ഒരു വേ ഓഫ് അഡ്രസ്സിങ് ദം. അപ്പോൾ അതാണ് മേജർ മാറ്റം. പിന്നെ കമ്മിങ് ടു ഇൻറ്റീരിയേഴ്സ്, ഓഫ് കോഴ്സ് നമുക്ക് വെസ്റ്റേൺ, ഇപ്പോൾ അതാ പറഞ്ഞത് നമ്മുടെ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് അതൊക്കെ ആക്ച്വലി ഇപ്പോൾ ഒരു ഗ്ലാസ് ഫസാഡ് തന്നെ നമ്മൾ പറയാനാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ് ബിൽഡിങ്ങിന് ഗ്ലാസ് ഇടുന്ന ഒരു രീതി. അതേ സാധനം നമ്മളുടെ നാട്ടിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ വിൻ്ററാണുള്ളത്, നമുക്ക് സമ്മറാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇൻറ്റീരിയറിൽ നമ്മൾ എയർ കണ്ടീഷനിങ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത്. പക്ഷേ വി നീഡ് സംതിങ് മോഡേൺ എന്നുള്ള ആ ഒരു ചിന്താഗതിയെ നമ്മൾ മാറ്റാൻ റെഡിയല്ല. അപ്പോൾ കൂടുതൽ AC ഉപയോഗിക്കാം, കൂടുതൽ കറണ്ട് ബില്ല് വന്നോട്ടെ, എനർജി യൂസ് ചെയ്തോട്ടെ, ആ ബില്ല് നമുക്ക് അടക്കാം എന്നുള്ള ചിന്താഗതിക്കാരാണ് നമ്മൾ. അപ്പോൾ ആ രൂപത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ വരും. പക്ഷേ വെൻ കമ്മിങ് ടു ദ റൂട്ട്സ്, നമ്മളിപ്പോൾ ഈ കോട്ടിയാടിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ടി വരും. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ നമുക്ക് നമ്മളുടെ മഴയെ കൂടുതൽ നമ്മുടെ ചുമരിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺഷെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ചെരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെരിച്ച് കൊടുക്കുന്ന ഒരു സൺഷെയ്ഡ് ഇല്ലാതെ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 5 കൊല്ലം കൂടുമ്പോൾ പെയിൻ്റ് അടിക്കേണ്ടത് 2 കൊല്ലം കൂടുമ്പോൾ പെയിൻ്റ് അടിക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള മെയിൻ്റെനൻസും അവിടെ കൂടുന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ കൾച്ചർ എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേഷനറി ഷോപ്പുകളിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിയ ആൾക്കാർ ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആ ഒരു ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ഡിസൈനിലാണത് ആക്ച്വലി മാറ്റം വരുന്നത്. അപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഒരു പറയുക ഷോപ്പിംഗ് രീതികൾ, അതിലൊക്കെ മാറ്റം വരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഡിസൈനിലും മാറ്റം വരുത്തണം. അപ്പോൾ ഇൻ ആൻഡ് ഔട്ട് രണ്ടും കണക്റ്റഡ് ആണ്. ബട്ട് ചേഞ്ചസ് എന്തായാലും വരും. അതിനനുസരിച്ചുള്ള അഡാപ്റ്റേഷൻ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡെയിലി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ആർക്കിടെക്ചർ ഫീൽഡ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർസ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും ഡെയിലി പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ സർ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഇങ്ങനെ അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്? സോ ബേസിക്കലി അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ള പൊതുവെ ഒരു ധാരണ നമ്മുടെ സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പഠനം കഴിഞ്ഞു, പിന്നെ നമ്മൾ ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ ആർക്കിടെക്ചർ എന്നല്ല, ഏതൊരു മേഖലയിലാണെങ്കിലും നമ്മുടെ ഒരു ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ളൊരു പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ.
എങ്കിലാണ് നമുക്ക് പ്രത്യേകിച്ച് ഇനിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഏത് ഫീൽഡിലാണെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സോ ബേസിക്കലി നമ്മൾ ലേൺ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയോളജി. ആ ലേൺ ചെയ്യുക എന്നുള്ളതിൻ്റെ കൂടെയാണ് നമുക്ക് അപ്ഡേഷൻസ് വരുന്നത്. സോ അതിന് പല മീഡിയംസ് ഉണ്ട്. അതിലേത് വേണമെങ്കിലും നമുക്ക് പ്രിഫർ ചെയ്യാം. പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നത് പല സ്ഥലത്തു നിന്നായിരിക്കും. ഇപ്പോൾ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെറ്റർ ഏറ്റവും നല്ലത് ഓരോ ബ്രാൻഡുമായിട്ടും നമ്മൾ സംസാരിക്കുക. അവരുടെ പ്രസൻറ്റേഷൻസോ അതല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ ഒരു ക്വാളിറ്റിയോ അതല്ലെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് അവരുടെ ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് നിരന്തരമായിട്ടുള്ള നമ്മളുടെ യൂസ് ചെയ്യുന്ന ബ്രാൻഡുമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അവരുടെ പ്രസൻറ്റേഷൻസ് നമ്മളൊരു ഒരു സ്പെസിഫിക് ഇൻ്റർവെല്ലിൽ വെച്ചിട്ട് നമ്മൾ ഓഫീസിൽ നമ്മുടെ ടീമിനെ കൊടുക്കാറുണ്ട്. സോ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും നമുക്ക് അതിൻ്റെതായ നോളജ് അങ്ങനെ കിട്ടും. ദെൻ കം ടു ആർക്കിടെക്ചറിൽ പുതിയതായിട്ടുള്ള വരുന്ന ടെക്നിക്സോ അല്ലെങ്കിൽ ടെക്നോളജീസ് ആണെന്നുണ്ടെങ്കിലും അതിന് ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇപ്പോൾ ആർക്കിഡെയിലി പോലത്തെ സൈറ്റുകളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് വേറെയും സൈറ്റുകളോ വെബ്സൈറ്റുകളിൽ നമുക്ക് പുതിയ പ്രോജക്ട്സിൻ്റെ അപ്ഡേഷൻസ് വരും. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളെത്താൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടൈം നമ്മൾ അതിന് മാറ്റി വെക്കുക. ആ ഒരു സമയത്ത് നമ്മൾ നിരന്തരമായി ഇതിനെക്കുറിച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളുടെ ടീമിൻ്റെ ഇടയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എജുസ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വീക്കിലി പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ എജുസ്ലോട്ടിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മൺഡേസിലും നമ്മളുടെ ഒരു ടീം മെമ്പർ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് എടുത്തിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കും. അതിനെക്കുറിച്ചുള്ള ന്യൂ അപ്ഡേഷൻസ് ഇപ്പോൾ ഒന്നും വേണ്ട, ലെറ്റ്സ് ഒരു കളർ റെഡാണ്. അപ്പോൾ ആ ഒരു റെഡ് എന്ന് പറയുന്ന കളറിന് എന്തെല്ലാം രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഓർത്തോളണമെന്നില്ല. അപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും കേൾക്കുമ്പോഴും ആ പഠിച്ച കാര്യങ്ങളിൽ കറണ്ട് സിനാരിയോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോഴും നമ്മൾ പുതിയ ഡിസൈനിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും നോക്കും. പിന്നെ ആർട്ടിക്കിൾസും ബുക്സും, അതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ബുക്സ് ലൈബ്രറീസിലൊക്കെ നമുക്ക് ഈവൻ ഇ ബുക്കുകളാണെന്നുണ്ടെങ്കിലും ലൈബ്രറി ആണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ IIA പോലത്തെ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെയുള്ള ആർക്കിടെക്ചറൽ കോളേജുകളിലൊക്കെ നമുക്ക് ആക്സസ് ഉണ്ട്. അത് ത്രൂ നമുക്ക് ഒരുപാട് ലൈബ്രറീസിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വരുന്ന അപ്ഡേഷൻസിലൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ ബേസിക്കലി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ പഠിക്കാനുള്ള ഒരു തയ്യാറെടുക്കൽ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. പഠിക്കാൻ തയ്യാറാണെങ്കിൽ പല രീതിയിലും നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ ബിൽഡ് ഓഫ് ഐ പോലത്തെയൊക്കെ പുതിയ സൈറ്റുകൾ ഉണ്ട്. അതിലൊക്കെ ഈവൻ ഇന്ത്യൻ കേസസ് ഒരുപാട് നമുക്ക് ചർച്ച ചെയ്യുന്ന ഒരു സൈറ്റാണ് പ്രോജക്ട്സ്. ബേസിക്കലി പുതിയ റെസിഡൻഷ്യൽ പ്രോജക്റ്റുകളൊക്കെ അത്തരം സൈറ്റുകളിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും. സോ അതിൽ ആ ഒരു ആർക്കിടെക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള പ്ലാനിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഡിസൈനിങ് ടെക്നിക്സ് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരുപാട് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വായിക്കാനും അതല്ലെങ്കിൽ ആ രീതിയിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യൂട്യൂബ് കണ്ടൻസും വീഡിയോസും ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ത്രൂ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും.